നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനുമായി ചർച്ച നടത്തി കരാറുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക. 15 നിർദ്ദേശങ്ങൾ ഉപാധിയായി അമേരിക്ക മുന്നോട്ട് വെച്ചു. എന്നാൽ ഇതിനു മറുപടിയായി ഇറാൻ കടുത്ത വ്യവസ്ഥകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. ഊർജ്ജവില കുറയ്ക്കാനും സൈനിക നീക്കങ്ങൾക്കായി സമയം കണ്ടെത്താനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ അവകാശവാദമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. തങ്ങളുടെ സായുധ സേന പൂർണ്ണ വിജയം വരെ പോരാട്ടം തുടരുമെന്ന് ഇറാന്റെ ഉന്നത സൈനിക വക്താവ് പറഞ്ഞു. ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി അലിയാബാദിയാണ് സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് സൈന്യം എതിരാണെന്ന സൂചനയാണ് മേജറിന്റെ വാക്കുകൾ വിലയിരുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും പൂട്ടി സൈനികർ മേഖല വിടണമെന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു വ്യവസ്ഥ. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അനാവശ്യമായി യുദ്ധത്തിലേക്ക് എത്തിച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ്. അവർ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഇറാന്റെ നിലപാടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ തുടർ ചർച്ചകളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് US അറബ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചിട്ടുള്ള വിവരം. ഗൾഫിലെ എല്ലാ US താവളങ്ങളും അടച്ചുപൂട്ടണം, നഷ്ടപരിഹാരം നൽകണം, സൂയസ് കനാലിൽ ഈജിപ്റ്റ് പണം പിരിക്കുന്നത് പോലെ ഹോർമുസിൽ ലെവി പിരിക്കാൻ ഇറാന് അനുമതി വേണം. ഇങ്ങനെയുള്ള ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഭാവിയിൽ ആക്രമണം നടത്തരുത്, ലബനാനിലെ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണവും ഇസ്രയേൽ അവസാനിപ്പിക്കണം, ഇറാനെതിരായ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണം, മിസൈൽ പദ്ധതികൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും പാടില്ല എന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അമേരിക്ക 15 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇറാൻ ആണവ പദ്ധതി ഒഴിവാക്കണം, പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങൾക്ക് പിന്തുണ നൽകരുത്, ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നിവ ഉൾപ്പെടെയാണ് അമേരിക്കയുടെ ഉപാധികൾ. എന്നാൽ അമേരിക്ക, ഇസ്രയേൽ എന്നിവർക്കൊഴികെ ഹോർമുസിൽ യാത്രാ തടസ്സമുണ്ടാകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ സ്വതന്ത്ര നാവിക മേഖലയായി നിലനിർത്തുക, ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക. ഈ വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യാം എന്നാണ് ഉപരോധങ്ങൾ നീക്കം ചെയ്യുക എന്നിവയാണ് ഈ പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകളെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനും ഇത് അംഗീകരിച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ല. ഇതേസമയം US ആക്രമണം നടത്തിയാൽ അമേരിക്കൻ താവളങ്ങളും ഊർജ്ജ നിലയങ്ങളും തകർക്കുമെന്നും ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുമെന്നും ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം കാരണം ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നതും അമേരിക്കയിൽ ആഭ്യന്തരമായി വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സമ്മർദ്ദവും ട്രംപിനെ നയതന്ത്ര നീക്കങ്ങൾക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഫെബ്രുവരി അവസാനം ആരംഭിച്ച ഈ യുദ്ധം ഇതിനോടകം തന്നെ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾ നിർണായകം തന്നെയാണ്. ഈ സമയപരിധിക്കുള്ളിൽ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം സുഗമമാക്കുന്നതിലും വെടിനിർത്തൽ കരാറിലെത്തുന്നതിലും പുരോഗതി ഉണ്ടായാൽ മാത്രമേ ഈ താൽക്കാലിക സമാധാനം നീണ്ടു നിൽക്കുകയുള്ളൂ. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ ഈ നീക്കം യുദ്ധത്തിന്റെ അന്ത്യമാണോ അതോ മറ്റൊരു വലിയ ആക്രമണത്തിന് മുന്നോടിയായുള്ള തന്ത്രമാണോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം അമേരിക്ക യുദ്ധത്തിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ യുദ്ധമുഖത്ത് സജീവമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ യുദ്ധം നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. എന്തായാലും അടുത്ത 5 ദിവസം കുറച്ചൊരു സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളി വാർത്ത ഇൻസൈഡ്.